മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ഉറങ്ങിക്കിടക്കുവാണ്. അപ്പോൾ ഈ ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ചെവിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇടിവെട്ടേറ്റ പോലെയും ഞാൻ വിളിക്കണ പോലെ തന്നെ അച്ചായിന്ന് തന്നെ വിളിച്ച് അവൾ സംസാരിക്കുക, ഈ നിഷ. അച്ചായി, ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു. അച്ചായിനെ എത്ര വിളിച്ചിട്ടും കിട്ടണുണ്ടായിരുന്നില്ല. എന്തോരം നേരമായി ഞാൻ വിളിക്കണു. അച്ചായി ഫോൺ എടുക്കാഞ്ഞെന്താ? അച്ചായി ചെറിയെന്ന് പോയില്ലേ? കുളി കഴിഞ്ഞില്ലേ? പറ്റു പിടിക്കുമെന്നാണ് അവിടെ പറയണേ. പറ്റിറങ്ങിയില്ലേ? മദ്യപിച്ചിട്ട്. അപ്പൊ അച്ചായി അതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണല്ലോ അങ്ങനെ പറയണേ. അച്ചായി പറ്റിറങ്ങിയില്ലേ? അച്ചായി ചെറിയെന്ന് പോയില്ലേ? ഇതൊക്കെ പറയുവാണ്. ഞാൻ കുറേ നേരം ഒരു 10 മിനിറ്റോടത്തോളം പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടോണം അവള് സംസാരിക്കുക. ഞാൻ ഓർത്തു ഇത് എന്ത് നോൺ സ്റ്റോപ്പ് ഗാനങ്ങളാണ്, ഇതിലല്ലേ അച്ചായി വീണ് പോയെന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സാധാരണക്കാരി പറയണ എങ്ങനെയാന്ന് അറിയാമല്ലോ, ഞാൻ പറയണില്ല. ഞാൻ കുറെ ചീത്ത പറഞ്ഞു. അപ്പോൾ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തിരിച്ചു വിളിച്ചു. അച്ചായിയുടെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ തിരിച്ചു വിളിച്ച് ഞാൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതുമ്മേന്ന് ഒഴിവാകണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്, എനിക്ക് ആശ്രയിക്കാൻ ഈ സന്തോഷേട്ടൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതുമ്മേന്ന് ഒഴിവാകണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് എൻ്റെ ആളാണ്, എൻ്റെ അച്ചായിയാണ്. ഏത് രീതിയിലാണ് നിങ്ങൾ അച്ചായി എന്ന് വിളിക്കണേ? എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാന്ന് പറയാണ്. കുഞ്ഞോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾ കാര്യം പറഞ്ഞു. എൻ്റെ ഭർത്താവ് തൂങ്ങി മരിച്ചു, വേറൊരാളിൽ നിന്നുള്ള കുട്ടിയാണ്, അതാണ് ഭർത്താവ് തൂങ്ങി മരിക്കാൻ കാരണം. ആ കുട്ടീനെ അച്ഛനെ പോലെ കൊണ്ട് നടക്കണത് ഈ സന്തോഷേട്ടനാണ്. ഈ നിഷ പറഞ്ഞു അങ്ങനെ, കുഞ്ഞിൻ്റെ അച്ഛനെ പോലെ കൊണ്ടു നടക്കണതൊക്കെ സന്തോഷേട്ടനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്, എൻ്റെ ഭർത്താവാണ്, എനിക്ക് വേണം. നീ ഒരുത്തി വന്നേ പിന്നെ ഇവിടെ എന്നും വഴക്കാണ്, എനിക്ക് എന്നും ഇടിയാണ്. അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല, എന്നോട് അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ പറയണതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഒരു കാരണവശാലും സന്തോഷേട്ടനെ നിങ്ങൾക്ക് തരില്ല. നിങ്ങളുടെ അടുത്ത് വന്നോട്ടെ, 2 ദിവസമൊക്കെ നിന്നോട്ടെ, പക്ഷെ എനിക്ക് വേണം എന്ന് പറയാണ്. ഞാൻ സമ്മതിക്കില്ലടി എന്ന് പറഞ്ഞു. അപ്പം നിഷയും ഞാൻ സംസാരിക്കണ പോലെ തന്നെ പറയാണ്, നിനക്കും തരില്ലെന്ന് പറയാണ്. ഫോൺ കട്ട് ചെയ്തു. സന്തോഷേട്ടൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ റിസീവ്ഡ് കോളും ഈ ഡയൽ കോളും കിടക്കുവാണ്. പിന്നെ ഇടിയുടെ പൂരപ്പെരുന്നാളാണ് എനിക്ക്. അയലക്കാരൊക്കെ പറഞ്ഞു, ഇത് എന്നും ഞങ്ങളിത് കേൾക്കുവാണ്, ബിന്ദു കൊണ്ടുപോയി കേസ് കൊടുക്കുക. പുത്തൻകുരിശ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുവാണ് ഞാൻ. അവിടെ സന്തോഷേട്ടനെ വിളിപ്പിച്ചു. സന്തോഷേട്ടൻ ചെന്നു. നിഷയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ നിഷയുടെ നമ്പർ കൊടുത്തു. സാറ് സംസാരിച്ചൊക്കെ കഴിഞ്ഞാൽ ഈ സന്തോഷേട്ടനോട് നമ്പർ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നമ്പർ തെറ്റിച്ചു പറഞ്ഞു. അപ്പോൾ ആ നമ്പറിൽ സന്തോഷേട്ടൻ്റെ മുമ്പിൽ വെച്ച് SI സമീർ സാറായിരുന്നു. സമീർ സാറ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്പർ കോള് പോണില്ല. അപ്പം ഒരൊറ്റ തേമ്പ് കൊടുത്തു താടിക്കിട്ട്. എൻ്റെ ആങ്ങളെ ചെന്ന് പറഞ്ഞു, അവൾ ഇനിയും കൂടെ ജീവിക്കേണ്ടതാണ് സാറേ, ഉപദ്രവിക്കരുത്, സാറ് ഒന്ന് പേടിപ്പിച്ചൊക്കെ വിട്ടാൽ മതി കേട്ടോ എന്ന് പറയാണ്. അപ്പോഴും ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്നോർത്താണ് അങ്ങനെ പറഞ്ഞത്. വീട്ടിൽ വന്നു കഴിഞ്ഞ് പോലീസ് എന്നെ ഇങ്ങനെയാണ് ഇടിച്ചതെന്നും പറഞ്ഞ് കുനിച്ച് നിർത്തി ഒറ്റ ഇടിയേ തന്നുള്ളൂ. ആ ഒരു ഇടി മതി എനിക്ക്. കുനിഞ്ഞ് നിന്ന് പണി ചെയ്യാനോ കൂടുതൽ എന്തെങ്കിലും പണി ചെയ്യാനോ എനിക്ക് ആവണില്ല. അപ്പം പുള്ളി നിഷയുടെ അടുത്തേക്ക് പോയി. നിഷ പിന്നെ എന്നെ വിളിക്കുവാണ്, പോലീസിനെ കൂട്ടി ഇടിപ്പിച്ചല്ലേ, എൻ്റെ അച്ചായി എന്തുകൊണ്ടാണ് മേലൊക്കെ നീര് വെച്ച് ഇവിടെ വന്ന് കിടക്കുവാണ്, ഞാൻ എന്ത് ചെയ്യും, ഞാനിനി എങ്ങനെ ജീവിക്കണേ, ഞാൻ എൻ്റെ കൊച്ചിനെ എങ്ങനെ പോറ്റും. അപ്പം അതിലും വലിയ ടെൻഷനല്ലേ എനിക്ക്. ഞാനൊന്നും സംസാരിച്ചില്ല, ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഈ പോലീസിൽ കേസ് കൊടുക്കുന്നതുകൊണ്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഞാൻ അവിടെ വെച്ച് ഇങ്ങനെ കോടതിയിലേക്ക് കേസ് ചാർജ് ചെയ്യാം സാറേ, എങ്ങനെ ഇനി ഞാൻ ജീവിക്കണില്ല പുള്ളിയുടെ ഒപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ബേബി സാറുണ്ട് സർക്കിള്. ബേബി സാറ് 2 പേരെ ഇരുത്തി ഉപദേശിച്ച്. അപ്പം എന്താണോ എൻ്റെ മനസ്സലിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, ഒന്നിച്ച് എല്ലാവരും അതിനല്ലേ ശ്രമിക്കൂ. ഒരു കുടുംബം രണ്ടാവണമെന്ന് ആരും വിചാരിക്കത്തില്ലല്ലോ. എൻ്റെ കുഞ്ഞുങ്ങളുടെ സൗന്ദര്യപ്പണവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, 2 പേരും യോജിച്ച് പോട്ടെ എന്നല്ലേ വിചാരിക്കത്തുള്ളൂ. ഭാവി നോക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒന്നിച്ചു പോന്നു. അത് ചേച്ചിക്ക് ചേട്ടനൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിലെ. കാരണം അവരെയൊക്കെ ധിക്കരിച്ച് ഞാൻ സന്തോഷിൻ്റെ കൂടെ ഇറങ്ങി വന്നത് സ്റ്റേഷനിൽ നിന്ന്.
എന്നാലും ജീവിക്കാലോ എന്ന് ഓർത്ത്. അത് കഴിഞ്ഞിട്ടും പുള്ളി പോയി. പിന്നെയും ജീവിക്കാൻ തുടങ്ങിയിട്ടും പുള്ളി നല്ലോണം ആവണ മട്ടിൽ ഈ നിഷയുടെ കോളും വരും, ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പോ എന്താണ് ഇപ്പൊ സന്തോഷിന്റെ കൂടെ ജീവിക്കണം എന്നാണോ അതോ എന്താണ്? ഇനി എനിക്ക് സന്തോഷിന്റെ കൂടെ ജീവിച്ച് ഇടി മേടിക്കണമെന്ന് ഒരു ആഗ്രഹവും. ഇനി എനിക്ക് ഞാനൊട്ട് ജീവിക്കണമല്ലോ പുള്ളിയുടെ കൂടെ. പക്ഷെ എനിക്കും മക്കൾക്കും ഒന്നിച്ച് ജീവിക്കണം. മക്കളെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കുടുംബ വീട്ടിലേക്ക് ഇപ്പൊ സന്തോഷം വിളിക്കുന്നുണ്ടോ? വന്ന് താമസിക്കാനായിട്ട് വിളിക്കുന്നുണ്ടോ? വിളിച്ചു കൊണ്ടുപോയായിരുന്നു എന്നെ. ഈ ഡിസംബർ ലാസ്റ്റ് 23-ാം തീയതി അച്ചായി വന്നിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയായിരുന്നു. വിളിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ പരസ്യമായി പറയണതിൽ കുഴപ്പമില്ലല്ലോ. പറയാവുന്ന രീതി പറഞ്ഞോളൂ, കുഴപ്പമില്ല. എല്ലാവർക്കും മനസ്സിലാവും, ഇതെല്ലാം കുടുംബ പ്രശ്നങ്ങളല്ലേ. വിളിച്ചു കൊണ്ടുപോയിട്ട് സന്തോഷേൻ്റെ ആവശ്യം കുട്ടികൾ ഉറങ്ങണതിന് മുമ്പേ എന്നെ കൊണ്ട് സാധിപ്പിച്ചു. കുട്ടികൾ ഇത് കണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അച്ചായി കുട്ടികൾ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. അപ്പോൾ പറഞ്ഞു, നിഷയ്ക്ക് സമ്മതിക്കാമെങ്കിൽ നിനക്കാണോ കുഴപ്പം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ ഞാൻ തീരുമാനിച്ചായിരുന്നു പുള്ളിയുടെ കൂടെ ഇനി അങ്ങോട്ട് വീട്ടിലേക്ക് പോകണില്ല. പുള്ളി മാസത്തിലൊരിക്കൽ ഇങ്ങനെ വരുമ്പേ മാസത്തിലൊരിക്കൽ വരുമ്പേ എൻ്റെ പിള്ളേരെ 2 പേരുടെയും കയ്യിൽ ഒരു 100 രൂപ വീതം കൊടുക്കും. ആ 200 രൂപയാണ് പുള്ളിയുടെ കാശ് കിട്ടുക. അപ്പോൾ ബിന്ദുവിന്റെ ആവശ്യം കുഞ്ഞുങ്ങളെ അയാൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്തായാലും സാർ സന്തോഷ് വന്നിട്ടുണ്ട് ഇവിടെ. സന്തോഷിനെ ഒന്ന് വിളിക്കാം. വരി സന്തോഷ്. പരാതിയെ പറ്റി അറിയാലല്ലോ. പരാതിയെ പറ്റി അറിയാം. അത് ഒരു തവണ ഞാൻ കേൾക്കണമല്ലല്ലോ ഈ പരാതി. പറയാൻ കാരണം പുത്തങ്കുശി സ്റ്റേഷനിൽ കൊടുത്ത് കുറേ ഇടിയൊക്കെ കൊണ്ടുപോയാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ് അവളെ. വീണ്ടും അവൾ പറയണത് വെച്ചാൽ സംശയം വെച്ചുകൊണ്ടാണ്. അവളിപ്പോൾ പറഞ്ഞു കുറേ രമണയുടെ കാര്യം പറഞ്ഞു, രമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വെച്ചാൽ ഞാൻ ഒരു ഡ്രൈവറാണ്. ഞാൻ അനിയ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നത് ആദ്യം. അപ്പോൾ എന്നെ അവിടെ വർക്ക് ചെയ്യുന്നവർ എന്നെ വിളിക്കേണ്ട ആവശ്യം വരും, വിളിക്കാറുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ പ്രശ്നത്തിനും ഓരോ ഇതിനും. സന്തോഷിന്റെ വീട് എൻ്റെ വീട് പാങ്ങോട് തന്നെയാണ്. അവിടെ തൊട്ടപ്പുറയാണ് കോലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് 6 കിലോമീറ്റർ അപ്പുറമാണ് ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ അവരുടെ പരാതി, അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓരോന്നും ക്ലാരിഫൈ ചെയ്ത് പോകണമല്ലോ. സന്തോഷം അവരെ തീർച്ചയായിട്ടും 100% ഇഷ്ടപ്പെട്ട് തന്നെയാണ്. സന്തോഷം ഇഷ്ടപ്പെട്ട് തന്നെ കൊണ്ടുവന്നത്. പക്ഷെ വേറൊരു കാര്യമാണ് ഞാൻ പറയാം. ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ കുടുംബത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇപ്പം ഇവള് ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട് അവള്. ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കണല്ല. ഞാൻ പാലക്കാട് വണ്ടി പോയപ്പോൾ അല്ല, ഈ പരാതി ഇതേ രീതി തന്നെ ഇവിടെ ഇറക്കി വിട്ടു. ഇവിടെ പഞ്ചായത്തിൽ പരാതി കൊടുത്താണ്. അത് ഇവിടെ പറഞ്ഞായിരുന്നു. അതവിടെ നിൽക്കട്ടെ സന്തോഷം. പറയുമ്പോൾ എല്ലാം പറയണം. എന്ന് വെച്ചാൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ പാടില്ല. ഒരു കാര്യവും നമ്മൾ ഒളിച്ചു വയ്ക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. പറയാൻ കാരണം എനിക്ക് ഇനി ഇവിടെ കൂടുതൽ മുന്നോട്ട് ജീവിക്കണം എന്ന ആഗ്രഹമില്ലാണ്ടല്ല. പക്ഷേ ഇനി ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ദിവസം ഡെയിലി സ്റ്റേഷനിൽ കയറണം. എന്ന് വെച്ചാൽ അതുപോലെ കൊണ്ടുപോകണം. ഞാൻ പാലക്കാട് നിന്ന് പണിക്ക് പോയിട്ട് ഇവിടെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേർക്കുള്ളത് ഇവർക്കുള്ളത് മേടിച്ച് കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ജോലി സ്ഥലത്തിട്ട് ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളി വരും. അല്ല സന്തോഷം, ഇതിപ്പോൾ അവരെ നിങ്ങൾ ആലോചിച്ച് അവരുടെ സഹോദരൻ്റെ സുഹൃത്തായിരുന്നു. സഹോദരൻ്റെ സുഹൃത്തായിരുന്നു. ഇപ്പം ഇത്രയും വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി. ഈ അമ്മ എന്ന് പറയുന്ന ഒരാളുണ്ട് വീട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ല സന്തോഷ്, അല്ല ഞാൻ പറയട്ടെ, തുടക്കം പറയൂ സന്തോഷ്. സന്തോഷ് ഇപ്പോഴത്തെ പരാതിയെ പറ്റിയല്ല ചോദിക്കേണ്ടത്. ഇത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ തുടക്കമാണ് ഞാൻ ചോദിക്കുന്നത്. അവര് പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് പാനലിന് ബോധ്യപ്പെടണമല്ലോ. തുടങ്ങിയ പരാതിയാണ് പറഞ്ഞത്. അനിയ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ മുതലാണ് ഈ പരാതികൾ. നിങ്ങള് വിവാഹം കഴിഞ്ഞ് അവരുടെ വീട്ടില് സഹോദരന്റെ കൂടെ സുഹൃത്തായിട്ട് ചെന്നു. അങ്ങനെ ആ കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് അല്ലേ പോയിട്ട് വിവാഹം. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ, പക്ഷെ അവരുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾ കല്യാണം നല്ല രീതിയിൽ നടത്തി. അതൊക്കെ പറഞ്ഞു അവര്. പക്ഷെ വിവാഹം കഴിഞ്ഞ് 8ാം ദിവസം നിങ്ങളൊരു CD പ്ലെയറിന്റെ പേരിൽ അതൊരു പ്രശ്നം ഉണ്ടാവുകയും അവര് കഴുത്തി കിടന്ന മാല പണയം വെക്കുകയോ മറ്റോ ചെയ്യാനായിട്ടല്ല CD പ്ലെയറിന്റെ വിഷയം ഉണ്ടായത്. വീടിൻ്റെ തൊട്ട് താഴെ തന്നെ, എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ വേറൊരു ഇവർ താമസിക്കുന്നുണ്ടായിരുന്നു. അവനായിട്ടാണ് CD പ്ലെയർ അവിടെ കൊണ്ടുവന്ന് എൻ്റെ അളിയൻ്റെ മൂത്ത അളിയൻ്റെ, അതായത് ഇവിടെ മൂത്ത ആങ്ങളുടെ പിള്ളേരായിട്ട് വന്നിരുന്ന CD പ്ലെയർ കണ്ടിട്ട് അവൻ അവിടെ വിറ്റിട്ട് പോയി. CD പ്ലെയർ അവൻ അവിടെ വിറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് ബന്ധം ഉണ്ടായിട്ടല്ല. അവൻ അവിടെ കൊണ്ടുവന്ന് അത് വിൽക്കാൻ നേരത്ത് ഞാൻ അവൻ്റെ അളിയന്മാരുടെ അടുത്ത് പറഞ്ഞു, ഇത് സാധനം കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പിക്കണ്ട എന്ന് പറയാൻ പറഞ്ഞു. അത് വിറ്റ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിലാണ് CD പ്ലെയർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നാണ് എടുത്തുകൊണ്ട് വന്നത്. ലാസ്റ്റ് മാല പണയം വെക്കേണ്ടി വന്നു. മാല പണയം വെച്ച് ആ പൈസ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാല വിറ്റത് അവരുടെ ആങ്ങളെ തന്നെയാണ് മാല വിറ്റതും. അവരുടെ ആങ്ങളയുടെ കൂടി പോയാണ് മാല വിറ്റത്.
ആണോ ബിന്ദു? അല്ല ബിന്ദു പറഞ്ഞു ആങ്ങളെയാണ് പറഞ്ഞത്, വിൽക്കാൻ പറഞ്ഞതും ഒക്കെ പറഞ്ഞൂടെ? ഈ നാണക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മാല ഊരിയത് ആങ്ങളെയാണ്. ആങ്ങളെയും സന്തോഷം കൂടി കൊണ്ടുപോയി പണയം വെച്ചു. പണയം വെച്ചിട്ട് മാഡം കേൾക്കണം, ആ മാല പണയം വെച്ചിട്ട് ഈ കാർഡ് സന്തോഷിനെ ഏൽപ്പിച്ചു. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാണക്കേട് തീർത്ത് തന്നത്. ഈ മാല പണയം വെച്ച് എൻ്റെ പണയം എടുപ്പിച്ച് എൻ്റെ പെങ്ങൾക്ക് കൊടുത്തോളണം. 8 ദിവസമായുള്ളൂല്ലോ എന്ന് ഓർത്താ ഞാനിത് ചെയ്തേന്ന് പറഞ്ഞു. എന്റെ ദിനേശൻ നോണ കൊണ്ട് വേലി കെട്ടാൻ നോക്കണ്ട. ഈ ഇവിടെ ഇരുന്ന് ഞാനൊരു വേലി കെട്ടല്ല, നീ പല രീതിയിൽ നിങ്ങൾ എന്നെ പറ്റിച്ചു. ഞാൻ പറയും അല്ല അങ്ങനെയല്ല, നിങ്ങളുടെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ആങ്ങളെ ചെന്ന് ആ നോബിളിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഈ പുള്ളി തന്നെ ആ മാല അവിടെ തീർ കൊടുത്തു, ആ കാശും വാങ്ങിച്ചു. അല്ല ബിന്ദു, ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞതുപോലെ ബിന്ദുവിന്റെ സഹോദരനാണോ ഈ CD പ്ലെയർ വീട്ടിൽ കൊണ്ടുവന്നത്? അല്ലല്ല, എന്റെ സഹോദരനും എന്റെ സഹോദരന്റെ മൂത്ത സഹോദരന്റെ പിള്ളേർക്കും ഈ ഒരു കാര്യത്തിൽ യാതൊരു ബന്ധവും. നമ്മുടെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഇഷ്യൂ അല്ല അതെങ്കിൽ പോലും കല്യാണം കഴിച്ച് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനകത്തൊരു ഫ്രോഡ് ഇടപാട് നിങ്ങൾ നടത്തിയതായിട്ട് ഒരു സ്ത്രീയുടെ മനസ്സിൽ തോന്നുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അല്ല, ഫ്രോഡ് ഇടപാട് നടത്താനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അളിയനെ തൊഴുത് കൊണ്ടുവന്ന് ആ സാധനം മേടിച്ചുകൊണ്ട് പോയി പണയം വെക്കേണ്ട കാര്യമില്ല. അതായത് ഞാൻ അവളെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ എനിക്ക് സ്വർണം കൊണ്ട് തുലാഭാരം വിട്ടൊന്നുമല്ല അവളെ എനിക്ക് തന്നു വിട്ടത്. പിന്നെ 1 പവന്റെ മാല ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കെട്ടിക്കൊണ്ടുവന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് എനിക്ക് ആ മാല വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മേടിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്കടെ കയ്യിലുള്ളത് എനിക്ക് അവകാശമുള്ളതാണ്. ഞാൻ അതൊന്നും ചോദിക്കാനോ പിടിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. പിന്നെ അവനായിട്ട് ഇത് കൊണ്ടുവയ്ക്കുന്ന ദിനേശനും മൂത്ത അളിയൻ, രണ്ടാമത്തെ ഏറ്റ ഇളയളിയനും മൂത്ത അളിയൻ്റെ മക്കളും കൂടി ആണ് ഈ സാധനം വീട്ടിൽ കൊണ്ടുവന്ന് കണ്ടുകൊണ്ടിരുന്നത്. CD പ്ലെയർ അത് കൊണ്ടുവന്നത് എടുത്തത് സജേഷ് എന്ന് പറയുന്ന ഒരു പയ്യനാണ്. അയാൾ ആരാ? സജേഷ് എന്റെ വീടിന്റെ തൊട്ട അയൽവക്കത്തുണ്ടായിരുന്നതാ. നിങ്ങൾക്ക് വേണ്ടിയാണ് എടുത്തത്? എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ ഇവക്കടെ അടുത്ത് നിൽക്കുമ്പോൾ അവൻ അവിടെ നിന്ന് എന്റെ അടുത്ത് വരാൻ വേണ്ടി അവിടെ നിന്ന് റഷീദ് എന്ന് പറയുന്നവന്റെ കടയിൽ നിന്നാണ് ഈ സാധനം എടുത്തുകൊണ്ട് വരുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടാണ്? ഞാൻ പറഞ്ഞിട്ടല്ല. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ്, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് റഷീദ് നിങ്ങളെടുത്ത് വിൽക്കുകയാണോ ചെയ്തത്? സാധനം വാങ്ങിച്ചത് അവര് വിൽക്കുക ചെയ്തേ. ഈ കൊണ്ടുവന്ന സാധനം അവന്മാര് തന്നെ വിൽക്കുക ചെയ്തേ. ഈ സജേഷ് വിൽക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് എന്റെ പേരിൽ എടുത്തേക്കണത് റഷീദ് എന്നെ വിളിച്ച് പറഞ്ഞു ആകെ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീട്ടിൽ അന്വേഷിച്ച് വന്നത്. മേഡത്തിന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ റഷീദിന്റെ, അതായത് CD കടക്കാരന്റെ നമ്പർ ഇപ്പൊ ഞാൻ തരാം. അയാള് പറയാം, അയാൾ ഇപ്പൊ സ്റ്റുഡിയോ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ സ്റ്റുഡിയോ വർക്ക് ചെയ്തുകൊണ്ട് അവനവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പെരക്കകത്ത് മുങ്ങി ചെന്നിരുന്നപ്പോഴല്ലേ ദിനേശൻ ഈ മാല ഊരി സന്തോഷം നീ വാ നമുക്ക് പ്രശ്നം തീർക്കാന്ന് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ് 8-ാം ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തിനു വേണ്ടിട്ട് വെറുതെ നോണ പറയണേ? പോട്ടെ, അത് തുടർന്ന് നിങ്ങൾ രണ്ടുപേരും കാലടിയിലെ വേറൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു. കല്യാണം കഴിച്ച് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. കാലടിയിൽ വാടകയ്ക്ക് 2 വീട്ടിൽ താമസിച്ച 2 വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് മൂത്ത കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ വീടിന്റെ അടുത്ത്. നിങ്ങളുടെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ, പിന്നെന്താ ആ വീട്ടിൽ? എന്റെ വീട്ടിൽ എന്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ സുഖമില്ലാതിരിക്കുന്നു. ഇളയ പെങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇവിടെ കെട്ടിയത് ഞങ്ങളുടെ വീട്ടുകാർക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ വീടിന്റെ അടുത്തിട്ട് വാടകയ്ക്ക്, എനിക്ക് മൂത്ത കൊച്ചുണ്ടാകുമ്പോഴാണ് ഞാൻ വാടകയ്ക്ക് വീണ്ടും എന്റെ വീടിന്റെ അടുത്തിട്ട് വരുന്നത്. എന്റെ വീടിന്റെ അടുത്ത് വന്ന് താമസിച്ച അച്ഛൻ അന്നേരം വീട്ടിൽ പതുക്കെ പടിയും കുത്തിപ്പിടിച്ച് കൊച്ചിനെ കാണാൻ അതിനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റ് അച്ഛൻ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞു അവർ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. അങ്ങനെയാണ് വീട്ടിൽ വന്ന് താമസിച്ചത്. പെങ്ങളുമായിട്ട് എന്തായിരുന്നു പ്രശ്നം സന്തോഷ്? പെങ്ങളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങള് പെങ്ങളുമായിട്ട് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ? എന്റെ മൂത്ത പെങ്ങള് അത് ഞങ്ങൾ തമ്മിൽ പല എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും കുടുംബക്കാർക്കല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ കാര്യമായിട്ടുള്ള വഴക്കമൊന്നുമില്ല. ആ പെങ്ങളാണ് പിന്നെ കല്യാണം കഴിച്ച് മാറിയത് അവിടുന്ന്? അല്ല, അത് എന്റെ രണ്ടാമത്തെ പെങ്ങളാണ് കല്യാണം. മൂത്ത പെങ്ങൾ ഞാൻ ഇവിടെ കെട്ടണതിന് മുമ്പ് തന്നെ മൂത്ത പെങ്ങളെ കല്യാണം കഴിഞ്ഞ് മൂത്ത പെങ്ങൾ പോയി. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ച സമയത്ത് ഈ പെങ്ങള് അത് മൂത്തയാളല്ലേ വിളിച്ചു പറഞ്ഞതല്ലേ ഇദ്ദേഹത്തിന് വിവാഹം ചെയ്യണ്ട? എനിക്കറിയില്ല. അവര് പറഞ്ഞപ്പോ അവര് പറഞ്ഞതിന്റെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല. എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഈ പരിപാടി ഇവിടെ വെച്ച് ഇടിച്ചത് ഇതുപോലെ തന്നെ 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ സ്റ്റേഷനിൽ കല്യാണ്. ലാസ്റ്റ് സ്റ്റേഷനിൽ നിർത്തി. ഞാനിപ്പോ ഈ പാലക്കാട് നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് പിള്ളേരെ എന്റെ കൂട്ടത്തിൽ വീട്ടിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു പരാതി ഞാൻ സർക്കാർ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലാണ്. ഞാൻ കുടുംബം നോക്കണില്ല, കുടുംബത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നായിരുന്നു കുത്തക്കുശി സ്റ്റേഷനിൽ പരാതി. അങ്ങനെ ഈ വിവാഹത്തിന് ശേഷവും കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷവും അങ്ങനെ പരസ്ത്രീ ബന്ധം പുലർത്താറുണ്ടായിരുന്നു? ഞാൻ പുലർത്താറുണ്ടായില്ല. ഈ പറയുന്നവർക്ക് എന്തും പറയാം. രമ ആരായിരുന്നു?
രമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് ഫോണിൽ സംസാരിക്കുക അല്ലെങ്കിൽ അടുത്ത് നേർക്ക് നേരെ നിന്ന് സംസാരിക്കുക ചെയ്യുമ്പോൾ അത് മറ്റുള്ള രീതികൾ വ്യാഖ്യാനിച്ചെടുക്കുന്ന ഒരാള് ആ കുട്ടിയോട് സംസാരിച്ചിട്ട് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നു സന്തോഷ്, ആ സ്ത്രീയോട് അവര് സംസാരിച്ചു, നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, മരണക്കിടക്കെ കിടക്കുന്ന ആ അമ്മച്ചിയോട് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മകളെ ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങളുടെ ഇളയ മകളെ. നിങ്ങളല്ല, ആ സ്ത്രീ അവരോട് പറഞ്ഞു. അതെനിക്കറിയില്ല, അവര് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് എന്റെ കാര്യം എനിക്കറിയാവുന്നുള്ളൂ. രമയെ അറിയത്തില്ല. അപ്പം രമേനെ അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, രമേനെ ഞാൻ അറിയാം. എന്ന് പറഞ്ഞാൽ ഞാനും രമയായിട്ട് നല്ലൊരു ഫ്രണ്ട് എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ യാതൊരു ബന്ധവുമില്ല. മോതിരം മേടിക്കാൻ കാശുണ്ടായിരുന്നു, ഞാൻ എന്റെ പിള്ളേർക്ക് അരി മേടിച്ചു. ബിന്ദു പറയുന്ന കേക്ക് സന്തോഷം, ആ ഫ്രണ്ടിന്റെ ഫോട്ടോ എന്തിനാ പേഴ്സിന്റെ അകത്തൊക്കെ വെച്ചോണ്ട് ഈ പറഞ്ഞ ഈ രമ രമ എന്ന് പുള്ളി പറയണ പേര് നിശ്ചയമില്ല. ഓരോ പെണ്ണുങ്ങളും ഇങ്ങനെ മനസ്സിൽ കിടക്കണാനും ഓരോരുത്തരുടെ പേരും ഓർമ്മയില്ല. ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് രമയല്ല എന്ന് പറഞ്ഞില്ലേ, അത് രമയുടെ ഫോട്ടോ അല്ലായിരുന്നു, സുജയുടെയാണോ? രമണി എന്ന് പറയുന്ന സ്കൂളിൽ അവിടെ അനി ഡ്രൈവിംഗ് സ്കൂളിൽ ഇരുന്ന പെണ്ണിന് ലേണേഴ്സ് ടെസ്റ്റിന് ഫോട്ടോ ഒട്ടിക്കാനായിട്ട് തിരുവാനൂരിൽ നിന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഫോട്ടോ തന്നു വിട്ടു. ലേണേഴ്സിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഇത് കൊടുക്കണം, അങ്ങനെ എൻ്റെ കയ്യിൽ തന്നു. അത് എൻ്റെ പേഴ്സിൽ വെച്ചു. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ രാത്രി ഞാൻ കിടന്ന നേരം കൊണ്ടൊക്കെ തപ്പി എടുത്തു. പിന്നെ ഫോട്ടോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഒരു ഫോട്ടോ ഉണ്ടായിരുന്ന ഫോട്ടോ എന്ന് ചോദിച്ചപ്പോ അത് എന്താന്ന് എനിക്കറിയില്ല, എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഇതിന് വേണ്ടി മാത്രം ബന്ധപ്പെടുന്ന ഒരു സ്ത്രീ നിങ്ങൾ രാത്രി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോഴാണല്ലോ ബിന്ദു ഫോൺ എടുത്തത്. അതെന്തിനായിരുന്നു? ഇതിന് മാത്രം ബന്ധപ്പെടുന്നു. ഏതിന് മാത്രം? ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതല്ലേ പറഞ്ഞത്? അല്ല, അത് ഏത് പെണ്ണാന്നുള്ളത് എനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഇവരുടെ ഫോണിൽ പല കോളും വരുന്നുണ്ട്. എന്റെ ഫോണിലല്ല, എന്റെ ഫോണിലല്ല, നിങ്ങളുടെ ഫോണില്. എന്റെ ഫോണിൽ പല കോളും വരാറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആരെയും അസമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും കോൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പൊ അവളാണല്ലോ പറഞ്ഞത് എന്റെ ഫോണിൽ കോൾ വന്നെങ്കിൽ എനിക്ക് നേരം പറയാം. ഈ രമയുടെ ബന്ധം തകർത്തു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അവരെ ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിക്കും. ആ സ്ത്രീയുടെ പല്ല് നിങ്ങൾ തല പിടിച്ചിടിച്ച് ഞാൻ ഭിത്തിയിൽ ഇടിച്ച് തല കളഞ്ഞു എന്നാണല്ലോ ഇപ്പൊ അവരുടെ ആരോപണം. ഈ പല്ല് ദന്താശുപത്രിയിൽ അവൾക്കടെ, അതായത് ഞാൻ കെട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പ് ഈ പല്ല് ഒടിഞ്ഞു പോയിട്ട് അവള് പിടിപ്പിച്ചാർന്നാണ് അവിടെ. ആ പല്ല് കേട് വന്ന് പോയിട്ട് കോതമംഗലത്തെ ആശുപത്രിയിൽ അവർ കൊണ്ട് കാണിച്ച, അതിന് മുമ്പ് ഞാൻ കൊണ്ട് കാണിച്ചാണ് ആശുപത്രിയിൽ അവളെ കൂട്ടിക്കൊണ്ട്. ഈ പല്ല് ഒടിഞ്ഞതിന് ശേഷമല്ലേ കോതമംഗലം ആശുപത്രിയിൽ ഞാൻ പോയത്. എന്തിനു വേണ്ടിയിട്ട് ഞാനിപ്പോ വേറൊരു കാര്യം പറയാം, എനിക്ക് കൂടുതൽ ചർച്ചയ്ക്ക് ഇതിനോ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഏതായാലും ഇവിടെ കൂടുതലും മുന്നോട്ട് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ പിള്ളേരെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. സന്തോഷ്, നമ്മൾ ഇങ്ങനെ ഒരു വേദിയിൽ എന്തായാലും ഈ പരാതിയുമായിട്ട് എത്തി. ഇത് ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. പരിഹാരം കണ്ടോ? തീർച്ചയായിട്ടും ഇത് അല്ലാതിരിക്കാൻ പറ്റില്ല. ഇത്ര ഒരു ജഡ്ജിങ് പാനലിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് ഒളിച്ചോടി പോവാനേ ഒളിച്ചോടി പോകുന്നതല്ല. ഒളിച്ചോടി പോകാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണ്ട, എനിക്ക് നേരെ കുടുംബ കോടതി കൊണ്ടൊരു നോട്ടീസ് ഫയൽ ചെയ്താൽ മതി. അവിടെ ഒളിച്ചോടി പോകാൻ പറ്റില്ല. ഞാൻ ഒളിച്ചോടി പോകുന്നതല്ല, എനിക്ക് അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. എന്നെ വിളിച്ചപ്പോ പറഞ്ഞു അവക്കടെ കയ്യിൽ കാശില്ലാന്ന് പറഞ്ഞു. അവക്കടെ കയ്യിൽ കാശുണ്ടോന്നുള്ളത് ഞാൻ നോക്കേണ്ട കാര്യമല്ലായിരുന്നു. അവൾ ആദ്യം 150 രൂപ പണിക്ക് പോകുന്നോളാം. 150 രൂപയ്ക്ക് ഈ 3 കൊല്ലമായി കഷ്ടി പോയി തുടങ്ങിയിട്ട് 150 ആയിക്കോട്ടെ. ഇതിനു മുമ്പ് ഇപ്പൊ ഇവള് പഞ്ചായത്തിൽ പരാതി കൊടുത്ത അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവള് ഞാൻ കെട്ടിക്കൊണ്ട് വന്ന പിന്നെ അത്രയും കാലം ഈ 2 പിള്ളേരുണ്ടായി എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എന്ത് മറുപടി എന്നോട് പറയണം? അവള് പറയുന്നത് ഞാൻ എന്നും പഞ്ചായത്തിൽ പരാതി കൊടുത്ത് ഞാൻ എന്നും വെള്ളം കുടിച്ചിട്ട് വന്നിട്ട് ഒച്ചപ്പാടും വഴക്കുമായിട്ട് പഞ്ചായത്തില് ഈ കടയിരിപ്പ് പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തതാണ്. കടയിരിപ്പ് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തതാണ്. ഞാൻ വെള്ളം കുടിച്ച് ഭയങ്കര ഒച്ചപ്പാടും വഴക്കാണ്, ഡെയിലി മേലോദ്രവം പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തത്. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ 2 പിള്ളേർ എങ്ങനെ ഉണ്ടായി? ഞാൻ ഡെയിലി വെള്ളം കുടിച്ചിട്ട് വരുന്ന ആളാ. ഞാൻ കെട്ടിക്കൊണ്ട് വന്ന് ഇത്രയും കാലം അവൾ എന്റെ കൂടുതൽ വാടക താമസിച്ചു. അപ്പൊ ഈ വാടക താമസിച്ചപ്പോ അവർക്ക് ആരാ ചെലവിന് കൊടുത്തത്?